ഹലോ കൂട്ടുകാരെ, അബൂഷേമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അലവിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായ രീതിയിൽ ഹോം മെയ്ഡ് മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് 100% ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ കടലപ്പൊടി, ഇതിനാവശ്യമായ കടലപ്പൊടി വീട്ടിൽ നിന്ന് പൊടിച്ചതാണ് ഞങ്ങൾ. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 100% നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത് ആവശ്യമായ കടലപ്പൊടി ഒന്നും കടയിൽ നിന്ന് മേടിക്കാതെ, അത് ഒരുപാട് മായങ്ങളൊക്കെ കലർന്നുള്ളതാണ്. അപ്പോൾ ടേസ്റ്റും ഇത് നല്ല ഉഷാറാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി, കടലപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. അപ്പൊ അതിനായി നമ്മൾ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഉഷാറായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. മിക്സിങ്ങൊക്കെ നല്ല ഉഷാറായി കിട്ടണം, അല്ലെങ്കിൽ ഇത് ക്വാളിറ്റിയിൽ കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ അല്പം വെള്ളം ഒഴിക്കുക. ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കടലപ്പൊടിയുടെ മിക്സിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. മിക്സിങ് നിർത്തരുത്, അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കടലപ്പൊടിയുടെ മിക്സിങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലേക്കാക്കി അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ചൂടാക്കി വെക്കുക അവിടെ. എന്നതിന് ശേഷം ഇത് കട്ടിയാവുന്നതിനനുസരിച്ച് ഈ ഓയിൽ ഇതിലേക്ക്, ചൂടുള്ള തിളച്ച ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടും. ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ. അപ്പോൾ നന്നായി മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് കിട്ടും. അപ്പോൾ മിക്സിങ് ഒന്നും കുറയാൻ പാടില്ല. അപ്പോൾ മിക്സിങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റിൽ, ക്വാളിറ്റിയിലൊക്കെ ഒരു ഡിഫറൻറ്റ് വരും. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യണം. സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മളിത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ട് അത് പിന്നെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് ആ സ്പൂണ് കൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും പ്രസ് ചെയ്ത് നന്നായി ഒന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു ലൈൻ ഇട്ട് വെക്കുക. ലൈൻ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് പെട്ടെന്ന് കട്ട പിടിക്കുന്ന സാധനമാണിത്. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂർ നിങ്ങൾ തണുക്കാൻ വെക്കുക. അപ്പോൾ തണുക്കാൻ വെച്ചതിന് ശേഷം നിങ്ങളിത് എടുത്ത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങളിത് ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് മാർക്കിടുക. മാർക്കിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് എടുത്ത് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഒരു കിടലൻ കിടക്കാച്ചി 100% ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഹെൽത്തിയാണ്, 100% ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി അബൂഷൈമ കിച്ചൺ മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, കടലപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ടായിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു. കണ്ടില്ലേ, നല്ല സൂപ്പർ ഐറ്റംസാണ് കിട്ടിയുള്ളത്. ഇതുപോലെ നമ്മൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല ഒരു കാരണവശാലും.